Nucleus Properties Close Encounter, brought to you by Nucleus Properties. Nucleus Villas and Apartments, Kochi, Kottayam. Live life. നമസ്കാരം. മുൻ ധനമന്ത്രി CPM കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ ടി എം തോമസ് ഐസക്കാണ് ക്ലോസിംഗ് ഓർഡറിൽ. വളരെ നന്ദി ഡോക്ടർ ടി എം തോമസ് ഐസക്ക്. ബജറ്റിന് ശേഷമുള്ള കേരളം വലിയ ദുർഘടം പിടിച്ച പാതയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ലോകത്താകമാനം മാന്ദ്യം, നാണ്യവിളകളുടെ വില തകർച്ച, എണ്ണവിലയിടിവിനെ തുടർന്ന് പ്രവാസികളാകെ തന്നെ മടങ്ങിയെത്തുമോ എന്നുള്ള ആശങ്ക. യഥാർത്ഥത്തിൽ ഇനിയൊരു പുതിയ സർക്കാരിന് അതേതുമായിക്കൊള്ളട്ടെ അടുത്ത 5 വർഷത്തിനുള്ളിൽ വലുതായൊന്നും ചെയ്യാനില്ല എന്ന സ്ഥിതിയല്ലേ ഇപ്പോൾ നമ്മുടെ ധനകാര്യ മാനേജ്മെന്റിൽ പ്രധാനമായും ഉള്ളത്? 5 വർഷം മുമ്പ് ഇതല്ലായിരുന്നു സ്ഥിതി. കേരള സമ്പദ്ഘടന അതിവേഗത്തിൽ വളരെയായിരുന്നു. ഗൾഫിൽ നിന്നുള്ള വരുമാനം റെക്കോർഡ് വേഗത്തിലാണ് ഉയർന്നുകൊണ്ടിരുന്നത്, 1 ലക്ഷം കോടിയിലേക്ക്. കേരള സംസ്ഥാന സർക്കാരിൻ്റെ ധനസ്ഥിതിയാണെങ്കിൽ വളരെ മെച്ചപ്പെട്ട രീതിയിൽ. ഞാനിപ്പോൾ ഓർക്കുന്നു, ആദ്യത്തെ 2 ബഡ്ജറ്റുകളിൽ പലരും ഇത് പ്രതിസന്ധി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാനത് വിശ്വസിക്കുന്നില്ല, അങ്ങനെ പ്രതിസന്ധി ഇല്ല. പക്ഷെ അതിൽ നിന്ന് എത്രയോ വ്യത്യസ്തമാണെന്ന്. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ പൊതു സാമ്പത്തിക സ്ഥിതി ഇപ്പോൾ നികേഷ് പറഞ്ഞ പോലെ വളരെ പ്രയാസത്തിലായിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ അതിലിടപെടാനുള്ള സർക്കാരിൻ്റെ കഴിവ് ഗണ്യമായി ചോർന്നു പോയിരിക്കുന്നു. ആ കഴിവുണ്ടാക്കിയെടുക്കുക എളുപ്പമല്ല. ഇപ്പം നികുതി പിരിവ് ഏറ്റവും ബോറായിട്ടുള്ളത്. നികുതി പിരിവ് ഇത്രയും നികുതി നിരക്ക് കൂട്ടിയിട്ടും പുതിയ നികുതികൾ വെച്ചിട്ടും നികുതി വരുമാനം 10%, 15% കൂടുന്നുള്ളൂ. നികുതി ഭരണ സംവിധാനം ആകെ താറുമാറായിരിക്കുകയാണ്. പക്ഷെ അതിന് ഈ സാമ്പത്തിക മാന്ദ്യമാണ് പൊതുവായ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. പിന്നെ സാമൂഹ്യ ക്ഷേമത്തിന് വേണ്ടി മദ്യ നിരോധനം, ഒരു പരിധിവരെ പറഞ്ഞാൽ അത് ബാർ നിരോധനം അടക്കമുള്ള കാര്യങ്ങൾ സർക്കാരിന് നിർബന്ധപൂർവം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടും പൊതുവായിട്ടുള്ള സാമ്പത്തിക മാന്ദ്യം കൊണ്ടും പുതിയതായ വരുമാനം ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, നികുതി പിരിവും വേണ്ടത്ര കാര്യക്ഷമമാക്കാൻ കഴിയില്ല. ഇപ്പം നികേഷിൻ്റെ ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട്. ഈ ബാർ അടച്ചുപൂട്ടി, അപ്പോൾ നമ്മൾ മദ്യ ഉപഭോഗം കുറച്ചൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൽ നിന്നുള്ള വരുമാനം കുറയണമെന്നല്ലേ നമ്മൾ വിചാരിക്കുക? അല്ലെന്ന്. ഈ കഴിഞ്ഞ വർഷം 14% എക്സൈസ് ഡ്യൂട്ടി വരുമാനം കൂടിയത്. വാറ്റിനേക്കാൾ, മോട്ടോർ വെഹിക്കിൾസ് ടാക്സിനേക്കാൾ, സ്റ്റാമ്പ് ആൻഡ് ഡ്യൂട്ടി രജിസ്ട്രേഷനേക്കാൾ കൂടുതൽ വളർച്ചയുണ്ടായത് എക്സൈസ് ഡ്യൂട്ടിയിലാണ്. കാരണം എന്താണെന്നറിയോ? നികുതി നിരക്കുയർത്തി ഗണ്യമായിട്ട്. അപ്പോൾ അത് കൂടി. ഇതുപോലെ തന്നെ സാമ്പത്തിക മാന്ദ്യം വന്നുകൊണ്ട് വ്യാപാര മേഖലയിൽ ഒരു മുരടിപ്പുണ്ട്. പക്ഷേ 4% നികുതി 5%, 25% നികുതി നിരക്ക് കൂട്ടിയത്. 12% നികുതി 14%, 15% കൂട്ടിയത്. ടെക്സ്റ്റൈൽ പോലുള്ളതിന് പുതിയ നികുതി കൊണ്ടുവന്നു. പെട്രോളിന് സെസ് കൊണ്ടുവന്നു. ഇത്രയും നിരക്ക് കൂടി എക്സൈസിലെ ഡ്യൂട്ടി കൂട്ടിയ പോലെ തന്നെ. പക്ഷെ ഇവിടെ നികുതി വരുമാനം കൂടിയില്ല. അപ്പം അതുകൊണ്ട് ഈ നികുതി നിരക്കുകളിൽ വരുത്തിയ വർധനയുടെ പശ്ചാത്തലത്തിൽ സാമ്പത്തിക മുരടിപ്പ് ഈ വരുമാന മാന്ദ്യത്തിന് കാരണമായിട്ട് പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റില്ല. പക്ഷെ എന്നെ അലട്ടുന്ന പ്രശ്നം അതല്ല. ഇത് ഒരു പാല് പിരിഞ്ഞു പോയാൽ രണ്ടാമത് പാലാക്കാൻ പ്രയാസം. കേരളത്തിലെ ഈ നികുതി അഡ്മിനിസ്ട്രേഷൻ ആകെ താറുമാറായി. ഇനി അത് പുനഃസംഘടിപ്പിച്ചെടുക്കാം, പഴയൊരു എത്തിക്സിലേക്ക് കൊണ്ടുപോകാൻ എന്ന് പറയുന്നത്. അതാണ് ഞാൻ ചോദിച്ചത്. ഇനിയുള്ള അടുത്ത ഗവൺമെന്റിന് ഇപ്പം മെയ് മാസം കഴിഞ്ഞാൽ പുതിയ ഗവൺമെന്റ് വരേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഗവൺമെന്റ് വരുമ്പോൾ പുതിയ സാധ്യതകളൊന്നും ഇല്ലാത്ത ഒരു ധനകാര്യ സ്ഥിതിയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ സംജാതമായിരിക്കുന്നത്. ഇപ്പം നമ്മുടെ മുന്നിലുള്ള സ്ഥിതി അതാണ്. ഞാനൊരു സംശയക്കാര്യത്തിൽ വേണ്ട. ഏത് സർക്കാരായാലും ഇപ്പം ഉണ്ടായിട്ടുള്ള ഈ ബഡ്ജറ്റൊന്നും വെച്ച് ആരും നിഗമനത്തിലെത്തേണ്ടത് ഇത് നടപ്പാക്കാൻ പറ്റുന്ന ഒന്നായിട്ട് ഞാൻ കരുതുന്നില്ല. അപ്പോൾ ഒരു പുതിയ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുഷ്കരമായ ഒരു കാര്യമായി മാറാൻ പോകുന്നത്, വലിയ ആശയങ്ങളുണ്ടാവും, പക്ഷെ ധനസ്ഥിതി അതീവ മോശമായിരിക്കും. ഒരു മിനിമം 2 വർഷമെങ്കിലും എടുക്കും ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട്, മിനിമം.
GST ഒരുപക്ഷെ അടുത്ത സാമ്പത്തിക വർഷം തുടക്കത്തിൽ ഉണ്ടാകുമെന്നായിരുന്നു നാം പ്രതീക്ഷിച്ചിരുന്നതെങ്കിൽ പാർലമെന്റ് അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാത്തതുകൊണ്ട് അത് ഈ സാമ്പത്തിക വർഷം ഉണ്ടാകില്ല എന്നുള്ളത് നമുക്ക് ഉണ്ടാകാൻ പോകുന്ന ആഘാതത്തിന് ആക്കം കൂട്ടുന്നുണ്ടോ? അടുത്ത വർഷമായിരിക്കും ഏറ്റവും പ്രയാസം. അത് കഴിഞ്ഞാൽ GST വന്നാൽ നമുക്കൊരു ലീവേ കിട്ടും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ വിൽക്കുന്ന ചരക്കുകളുടെ നികുതി മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. കേരളത്തിന് പുറത്ത് ഒന്ന് സാധനം വാങ്ങുമ്പോൾ അവിടെ കൊടുക്കുന്ന നികുതി കേരളത്തിൽ കിട്ടൂല. കേരളത്തിലെ ഉപഭോക്താവ് തമിഴ്നാട്ടിൽ പോയി ടൈലും മറ്റും മേടിച്ച് കേരളത്തിൽ കൊണ്ടുവരുന്നു. നമുക്ക് നികുതി കിട്ടൂല, നികുതി അവിടെ പോവുള്ളൂ. എന്നാൽ GST വന്നാൽ അങ്ങനെയല്ല. തമിഴ്നാട്ടിൽ പോയി മേടിക്കുന്ന സാധനം കേരളത്തിൽ വിൽക്കുമ്പോൾ തമിഴ്നാട്ടിൽ കൊടുത്ത നികുതി നമുക്ക് കിട്ടും. എവിടെയാണോ അവസാന ഉപഭോക്താവ് അവിടെയായിരിക്കും അതുവരെ കൊടുത്ത എല്ലാ നികുതിയും വന്നു തരാം. അതുകൊണ്ട് കൺസ്യൂമർ സ്റ്റേറ്റിന് വളരെ നേട്ടമാണ്. അതേസമയത്ത് ഉൽപ്പാദക സംസ്ഥാനങ്ങളുണ്ടല്ലോ, ഇപ്പം ഗുജറാത്ത്, തമിഴ്നാടൊക്കെ പോലുള്ള സംസ്ഥാനങ്ങൾ, അവർക്കിതില്ല. അവിടെ അവർ പിരിക്കണ നികുതി ഇങ്ങോട്ട് കൊടുക്കേണ്ടി വരും, തരേണ്ടി വരും. അതിന് ഇലക്ട്രോണിക് സംവിധാനങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ അവരതുകൊണ്ട് എതിർക്കുന്നത്. ഇപ്പം അങ്ങനെയല്ല. അവരുണ്ടാക്കിയിട്ട് കേരളത്തിൽ വിൽക്കുമ്പോൾ 4% സെൻട്രൽ സെയിൽ ടാക്സ് അവർക്ക് കിട്ടും. 4% ഉള്ളു, പക്ഷെ അത് കിട്ടും. ഇനി അതുണ്ടാവില്ല, ഇങ്ങോട്ട് കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് അവരതിന് എതിർക്കുന്നത്. അതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം GST വന്നാൽ ഉറപ്പായിട്ടും ഒരു നല്ല വളർച്ച നികുതിയിൽ വരും. ദിശാമാറ്റം നമുക്ക് സമീപകാലത്തുണ്ടാകുന്നുണ്ട്. അപ്പോൾ വലിയ ഇൻഫ്രാസ്ട്രക്ചറുകളെല്ലാം നമുക്ക് പൂർത്തിയാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. നമ്മളിപ്പം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം കഴിഞ്ഞതിന് ശേഷം ഇതിപ്പോൾ കണ്ണൂരിലൊരു അന്താരാഷ്ട്ര വിമാനത്താവളം വരുന്നു. സ്മാർട്ട് സിറ്റി ഒരു ഘട്ടത്തിലെത്തി നിൽക്കുന്നു. അത് വിജയമാണ് എന്ന് പറയാൻ കഴിയില്ല. എങ്കിൽ പോലും നമുക്ക് ടെക്നോ പാർക്കും ഇൻഫോ പാർക്കും നമ്മുടെ മുന്നിലുണ്ട്. ഇവിടെ കൊച്ചി മെട്രോ സ്ഥാപിക്കാൻ കഴിയുന്നു. നമ്മൾ ഇൻഫ്രാസ്ട്രക്ചറിൽ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ലോകത്തിലെ ഒന്നാം നിര രാഷ്ട്രങ്ങളോട് കിടപിടിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു സിറ്റി സ്റ്റേറ്റ് ആക്കി കേരളത്തെ മാറ്റാൻ കഴിയുമെന്നും അങ്ങനെ കുറെ കൂടി നിക്ഷേപത്തെ, മുൻകാലങ്ങളിൽ നമ്മളുടെ അടുത്തേക്ക് വരാൻ മടിച്ച നിക്ഷേപത്തെ കൊണ്ടുവരാൻ കഴിയുന്നത് ഒരു 10 വർഷത്തെ അജണ്ടയായി നമുക്ക് രൂപീകരിക്കാവുന്നതല്ലേ ഉള്ളൂ. അതിൻ്റെ തുടക്കമായി നമുക്ക് ഈ കഴിഞ്ഞ കുറേ കാലങ്ങളിൽ ഇപ്പോൾ LDF സർക്കാരിൻ്റെ കാലത്തും UDF സർക്കാരിൻ്റെ കാലത്തും അങ്ങനെ 10 വർഷത്തെ വികസന അല്ലെങ്കിൽ വലിയ പ്രൊജക്റ്റുകളാണല്ലോ ഇപ്പോൾ നേടിയിട്ടുള്ളത്. നമുക്ക് ആ നിലയിൽ ഉമ്മൻചാണ്ടി പറയുന്നതും അതാണ്. അതായത് നമുക്ക് വലിയ തോതിലുള്ള നിക്ഷേപം ഉണ്ടായിരിക്കുന്നു അടിസ്ഥാന സൗകര്യ മേഖലയിൽ. അതിൽ നിന്നുള്ള ടാക്സ് ഒരുപക്ഷെ വർദ്ധിതമായ കൂടുതലായി നമുക്ക് ലഭിക്കാൻ ഇല്ല. ഇന്നിപ്പോൾ കേരളത്തിൻ്റെ വികസനം സംബന്ധിച്ച് ഒരു അഭിപ്രായ സമന്വയം സംസ്ഥാനത്ത് ഉണ്ടായി വരുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പുതിയ വ്യവസായ മേഖലകളിലേക്ക് പോകണം. ഇപ്പോൾ തർക്കം ആർക്കുമില്ല. 2, അത് ആ മേഖലകളിൽ സ്വകാര്യ നിക്ഷേപം വരണമെങ്കിൽ പശ്ചാത്തല സൗകര്യം വേണം. ആ പശ്ചാത്തല സൗകര്യം എത്രയും വേഗം നമ്മൾ ഉണ്ടാക്കണം. അത് ഉണ്ടാക്കേണ്ട രീതിയെക്കുറിച്ച് ഞങ്ങൾ പണ്ട് പറഞ്ഞിരുന്നപ്പോൾ അംഗീകരിക്കാത്തതാണ് ഇപ്പോൾ ചെയ്യുന്നത്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് പറഞ്ഞതാണ് സംസ്ഥാന സർക്കാർ നേരിട്ട് പണം മുടക്കാൻ പരിമിതി ഉണ്ടാവും. അതുകൊണ്ട് ഇതിനു വേണ്ടി പ്രത്യേകം കമ്പനി സർക്കാർ ഉണ്ടാക്കി ആ കമ്പനിയെ കൊണ്ട് കടം മേടിപ്പിച്ച് ചെയ്യിക്കുക. ഇതാണിപ്പോൾ നമ്മൾ ചെയ്യുന്നത്. കൊച്ചി മെട്രോക്കാർ ജപ്പാൻ നിന്ന് കടം മേടിച്ച് കൊച്ചി മെട്രോ പണിത് തീർക്കുന്നു. ഇത് തന്നെയാണ് നമ്മൾ കണ്ണൂർ വിമാനത്താവളത്തിന് ചെയ്യുന്നത്, നമ്മൾ വിഴിഞ്ഞത്ത് ചെയ്യാൻ പോകുന്നത്. അത്തരത്തിലുള്ളൊരു ബിസിനസ് മോഡലിൽ ആരും തെറ്റുമില്ല എന്നുള്ളത് ഇന്നിപ്പോൾ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ സർക്കാർ കമ്പനി ആയതുകൊണ്ട് പൊതുമേഖലയുടെ ഒരു സ്വഭാവം ഉണ്ടാകും. പക്ഷെ പ്രശ്നം എന്താണെന്നറിയാമോ? ഇത്തരത്തിൽ സർക്കാർ കമ്പനികൾക്ക് നമ്മുടെ ഈ ആഗ്രഹം അനുസരിച്ച് പശ്ചാത്തല സൗകര്യത്തിന് വായ്പകൾ കിട്ടണമെങ്കിൽ സർക്കാരിൻ്റെ സാമ്പത്തിക നില ഭദ്രമായിരിക്കണം. ഉമ്മൻചാണ്ടിയോടുള്ള ഏറ്റവും വലിയ വിമർശനം അതാണ്. നിരുത്തരവാദപരമായിട്ടാണ് പെരുമാറിയത്. നമ്മുടെ റവന്യൂ ചെലവ് ഒക്കെ വർദ്ധിപ്പിക്കണമെന്ന് എനിക്ക് യാതൊരു തർക്കമില്ല, ചെയ്തതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇന്നത്തെ പോലെ റവന്യൂ കമ്മി കൂടിക്കൂടി വരികയും നമുക്ക് നാളെ നമ്മുടെ കമ്പനിക്ക് വായ്പ തരേണ്ടവർ അതിൽ അമാന്തം കാണിക്കുകയും ചെയ്യും. അപ്പം നമുക്ക് ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റാതെ വരും. അതുകൊണ്ട് കേരളത്തിലെ ഫിസ്ക്കൽ കൺസോളിഡേഷൻ
അത് വളരെ വളരെ പ്രധാനമാണ്. പക്ഷേ നികേഷ് പറഞ്ഞത് അബ്സല്യൂട്ട്ലി റൈറ്റ്. ബജറ്റ് മാത്രമല്ലല്ലോ, സമീപകാലത്ത് മറ്റൊരു ഇവന്റിൽ കൂടി താങ്കൾ വലിയ തോതിൽ നേതൃത്വപരമായ പങ്കാളിത്തം വഹിച്ചിരുന്നു. പഠന കോൺഗ്രസിൽ താങ്കൾ തന്നെ നിരവധി ബജറ്റുകളിൽ പ്ലാനിംഗ് ബോർഡ് അംഗം എന്നുള്ള നിലയിലും ബജറ്റ് പ്രസന്റ് ചെയ്യുന്ന ആളെന്നുള്ള നിലയിലും പ്രതിപക്ഷത്ത് നിന്ന് ബജറ്റിനെ നോക്കിക്കാണുന്നയാളെന്ന നിലയിലും ആ തരത്തിലുള്ള ഒരു പങ്കാളിത്തവും വഹിക്കുന്നു. ഒരു 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 കേരളത്തിലെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഇത്തരം കാര്യങ്ങളിൽ പങ്കാളിത്തം വഹിക്കുന്ന കേരളം എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് സംബന്ധിച്ച് ഒരു വ്യക്തത വന്നിട്ടുണ്ടോ? ഇപ്പോൾ വളരെ കൃത്യമായൊരു ധാരണയുണ്ട് എന്ന് ഞാൻ അവകാശപ്പെടും. 94 ചേരുമ്പോൾ ഈ വ്യക്തതയില്ല. 94 ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്നത് ജനപങ്കാളിത്തത്തോടുകൂടി നമുക്ക് വളർച്ച കൈവരിക്കാൻ പറ്റണം, നമ്മുടെ സേവന മേഖലകളുടെ പൊതു സ്വഭാവം നിലനിർത്താൻ പറ്റണം, ആ ഒരു നിഗമനത്തെത്തി ജനകീയ ആസൂത്രണത്തിലൂടെ നടപ്പാക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇത് പോരാ. നമുക്ക് ആധുനിക വ്യവസായങ്ങൾ കേരളത്തിൽ കൂടിയേ തീരൂ. ആധുനിക വ്യവസായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ IT, BT, നാനോ ടെക്നോളജി, ടൂറിസം, ഇനി എൻജിനീയറിംഗ് വ്യവസായങ്ങൾ, മൂല്യവർദ്ധിത വ്യവസായങ്ങൾ ഇതിലേക്ക് വരണം. ഇതിലേക്ക് വരണമെങ്കിൽ പശ്ചാത്തല സൗകര്യങ്ങൾ അനിവാര്യമാണ്. ആ ഒരു കാഴ്ചപ്പാട് സംബന്ധിച്ച് വേണ്ടത്ര തെളിമയുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നിപ്പോൾ അതിൻ്റെ അനിവാര്യതയെ പൂർണ്ണമായി ബോധ്യപ്പെടുന്നു. നേരത്തെ എതിർക്കുകയോ അല്ലെങ്കിൽ വേണ്ടെന്ന് ധരിച്ചിരുന്നതോ ആയ മേഖലകൾ പുതുതായി നമുക്ക് വേണം എന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളാണ്. നേരത്തെ ഇൻഫ്രാസ്ട്രക്ചർ വരുമ്പോൾ അതിൻ്റെ ഒരു റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് സ്ഥലമെടുക്കുന്ന കാര്യത്തിലൊക്കെ തന്നെയും വലിയ തോതിൽ വിലങ്ങുതടിയായിരുന്നതും പരിസ്ഥിതി ഉയർത്തിക്കാണിച്ചിരുന്നവരുമൊക്കെ ഇടതുപക്ഷം. ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിൽ കൂടുതൽ അവർ ശ്രദ്ധകരിക്കുന്നു. നിങ്ങളിപ്പോൾ മറ്റു പല മേഖലകളിൽ അറിവെല്ലാവർക്കും കൂടുകയാണ്. അപ്പോൾ സ്വാഭാവികമായും കൂടുതൽ പഠിക്കുന്നവർക്ക് കൂടുതൽ മുന്നിലെത്താൻ കഴിയും എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ കുറച്ചുകൂടി മേഖലകൾ കണ്ടെത്തേണ്ടത്. ഞാനത് സമ്മതിക്കുന്നു. ഇപ്പോൾ 90കളുടെ ആദ്യമൊന്നും ഇതിൻ്റെ ഒരു പ്രാധാന്യത്തിൽ വേണ്ടത്ര ഊന്നിയിട്ടില്ല. എന്നാൽ ഇന്നൊരു തിരിച്ചറിവുണ്ടായിട്ടുണ്ട്, ഇത് കൂടിയേ തീരും. നമ്മുടെ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ, ഉന്നത വിദ്യാഭ്യാസം അടക്കം, 2 നമ്മുടെ ഭൗതിക പശ്ചാത്തല സൗകര്യങ്ങൾ, ഇവയിൽ അതിവേഗത്തിൽ വികസനം വേണം. എങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന പുതിയ വ്യവസായങ്ങൾ കേരളത്തിൽ വരൂ. ഈ പഠന കോൺഗ്രസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഇത്രയും വലിയ ഭീമമായ മുതൽ മുടക്കിനെ ഫിനാൻസ് ചെയ്യാൻ പറ്റുക? അത് കഴിഞ്ഞ സർക്കാരും ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുമുള്ള കാലത്തും ഉണ്ടായതാണ്. സംസ്ഥാന സർക്കാർ നേരിട്ട് വായ്പയെടുത്ത് ഇവയൊക്കെ സൃഷ്ടിക്കാൻ പറ്റത്തില്ല. പിന്നെ എന്ത് ചെയ്യും? പിന്നെ ചെയ്യാൻ പറ്റുന്നതാണ് ഇതുപോലുള്ള സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾസ്. അവർ വഴി ബഡ്ജറ്റിന് പുറത്ത് വായ്പ എടുത്ത് ഇവയൊക്കെ നിർമ്മിക്കുക. UDFിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? ഈ കടം മേടിച്ച് ദൈനംദിന ചെലവ് നടത്തുന്നത് കഴിഞ്ഞ 5 വർഷമായിട്ട് കൂടി കൊരികയാണ്. 13,000 കോടി രൂപ കടം മേടിച്ചാണ് സർക്കാർ ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ക്ഷേമ പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഈ വർഷം 14,000 കോടി രൂപയെങ്കിലും വരും ഇപ്പോൾ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ. അങ്ങനെയുള്ളൊരു സർക്കാരിന് ഇങ്ങനെ ആ സർക്കാർ ഗ്യാരണ്ടി നടത്തി വായ്പ എടുക്കാൻ പറഞ്ഞാലും അതാണോ ഈ സർക്കാരിൻ്റെ ഏറ്റവും വലിയ പരിമിതിയായി ഡോക്ടർ ഐസക് കാണുന്നത്? അതായത് ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിൽ അതിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പെരുകുക എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്കൊരു വീക്ഷണം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണോ ഒരു പരിമിതിയായി കാണുന്നത്? ഈ സർക്കാരിന് പരിമിതി അത് തന്നെയാണ്. ഒന്ന്, ഭരണ സംവിധാനം. അതാകെ ഈ ഭരണ സംവിധാനമാകെ അരാജകത്വത്തിൽ കുത്തഴിഞ്ഞു പോകാം. ആ കുത്തഴിഞ്ഞു പോകുമ്പോൾ പിന്നെന്താ, ജനങ്ങളിൽ കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടി പിന്നെ അദാലത്ത്, നമുക്ക് പേറ്റണേജ്, 1000 കോടി രൂപ ദുരിതാശ്വാസ ഫണ്ടിന് ഇഷ്ടമുള്ളവർക്ക് കൊടുത്തു. ഇതിനൊന്നും ഒരു സംവിധാനം വേണം. നമ്മുടെ രാജഭരണമല്ല. ഇരിക്കുന്ന മന്ത്രിക്ക് ഇഷ്ടമുള്ളവർക്കെല്ലാം അയാൾ പാവപ്പെട്ടവനാണ്, ഇരിക്കട്ടെ, ഒരു 20,000 രൂപ എന്ന് കൊടുക്കുന്ന ജനായത്ത ഭരണത്തിന് അല്ല വേണ്ടത്. മറിച്ച് ഇങ്ങനെയുള്ള ഏതൊരാൾക്കും ഒരു സംവിധാനത്തിലൂടെ കൃത്യമായിട്ട് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ സഹായം കൊടുക്കുന്ന ഒരു സർക്കാർ സംവിധാനം ഉണ്ടാക്കിയാണ് വേണ്ടത്. അത് ഇല്ലാതെ പോയി. ഇനി ഒരു മന്ത്രിസഭയിലേക്ക് ഡോക്ടർ ഐസക് പ്രവേശിക്കുകയാണെങ്കിൽ ആ മന്ത്രിസഭയിൽ പറയാൻ പോകുന്ന ആദ്യത്തെ മേഖല ഏതായിരിക്കും? നമ്മൾ ഈ മേഖല വികസിപ്പിച്ചാൽ മാത്രമേ മുന്നോട്ട് കേരളം, നമ്മളിപ്പം പലതരത്തിലുള്ള സാമൂഹ്യമായിട്ടുള്ള വിഷമങ്ങൾ നമ്മൾ നേരിടുന്നുണ്ടാവും, സാമ്പത്തികമായ പ്രശ്നങ്ങൾ. അങ്ങനെ നമ്മുടെ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട പ്രധാനപ്പെട്ട മേഖല ഏതാണ് എന്നായിരിക്കും ഡോക്ടർ ഐസക് വിശദീകരിക്കുന്നത്? നമ്മുടെ ഓരോ യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റും മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ എന്തു കൊടുക്കണോ
അത് കൊടുക്കുക. ഇത് ഏറ്റവും വലിയ മുൻഗണന വരുന്ന കാര്യമാണ്. രണ്ടാമത് നമ്മുടെ ലൈഫ് സയൻസ് പാർക്ക്. കേരളം IT വിപ്ലവത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയി. ഇനി നമുക്കൊന്ന് പിടിച്ചു നിൽക്കാനേ പറ്റത്തുള്ളൂ. പക്ഷേ ബയോടെക്നോളജി റവല്യൂഷൻ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമുക്കാണെങ്കിൽ ജൈവ വൈവിധ്യത്തിൻ്റെ കലവറയാണ്. ഇത് ഉപയോഗപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബയോ സയൻസ് പാർക്കുകൾ വേണം, ലബോറട്ടറികൾ നമ്മൾ സൃഷ്ടിക്കണം, ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഇതിന് ഉന്നത കോഴ്സുകൾ നമുക്ക് ആരംഭിക്കാൻ പറ്റണം. ഇൻവെസ്റ്റ്, അവിടെ കൂടുതൽ നിക്ഷേപം വരുത്തുക, ഈ പാർക്കുകൾ നിർമ്മിക്കണം. നമ്മൾ അന്ന് 10 വർഷം മുമ്പ് തുടങ്ങിയതാണ്. അതെ 10 വർഷമായി ബയോ സയൻസ് പാർക്ക്. ഒന്നും ആയിട്ടില്ല, അവിടെ തന്നെ കിടക്കുന്നു. ഇപ്പോൾ സിക്കെതിരായിട്ടുള്ള മരുന്ന് കണ്ടുപിടിച്ചില്ലേ? എവിടെയാ? ഏതാണ്ട് നമ്മോടൊപ്പം ഹൈദരാബാദിൽ തുടങ്ങിയ പാർക്കിലാണ്, ഇതുപോലത്തെ പാർക്കിൽ. ചെറിയ പേറ്റൻ്റ് അല്ല, ചെറിയ ബ്രേക്ക് ത്രൂ അല്ല അവർ പറയുന്ന യാഥാർത്ഥ്യമായ. ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ ആകാവുന്നതാണ്. മദ്യനയം ഇത് വരുമ്പോൾ, ഇത് പൂർത്തിയാകുമ്പോൾ 10 വർഷം എടുക്കുമെങ്കിൽ തന്നെയും അടുത്ത ഗവൺമെൻറ്റാണ് അക്കാര്യത്തിൽ ഒരു വ്യക്തമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകേണ്ടത്. ഓരോ വർഷവും 10% വെച്ച് ഔട്ട്ലെറ്റ് കുറയ്ക്കുക എന്നൊക്കെ പറയുമ്പോൾ വലിയ തോതിലുള്ള വരുമാനം ഇടിവ് അതിനകത്തുണ്ടാകും എന്നു മാത്രമല്ല ടൂറിസത്തെ പോലും ബാധിച്ചേക്കാം എന്നുള്ള പ്രശ്നം കൂടിയുണ്ട്. തൊഴിലില്ലായ്മ കൂടിയേക്കാം എന്ന പ്രശ്നങ്ങളുണ്ട്. ഇക്കാര്യത്തിലൊക്കെ തന്നെയും അടുത്ത ഗവൺമെൻറ്റിന് നിശ്ചയദാർഢ്യത്തോടു കൂടി തീരുമാനമെടുക്കേണ്ടി വരില്ലേ? അത് ഏതായാലും ഇത് തന്നെ തുടരണമെന്നില്ല. മദ്യത്തിൻ്റെ ഉപയോഗം കുറക്കാൻ വേണ്ടി പ്രായോഗികമായ നടപടികൾ സ്വീകരിക്കുമ്പോൾ തന്നെ ഈ വർഷം നമ്മുടെ ടൂറിസം അറൈവൽസ് നെഗറ്റീവായി, അല്ലെങ്കിൽ അതിന് തൊട്ടടുത്ത് വന്ന് നിൽക്കുന്നു. ഇത് നമ്മൾ ഗൗരവമായിട്ട് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളം മുഴുവൻ കുടിക്കട്ടെ ഇവർക്ക് വേണ്ടിയിട്ടെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ടൂറിസം മേഖലയിൽ ഇത് ലഭ്യമാക്കുന്നതിന് അവർക്ക് വേണമെങ്കിൽ, അവരാരും കുടിച്ചു കൂത്താടാൻ വേണ്ടി വരുന്നവരല്ല, പക്ഷെ അവർക്ക് ആവശ്യാനുസരണം ലഭ്യമാക്കുന്നതിനുള്ള സാധ്യതകൾ എന്ത് എന്നുള്ളത് പരിശോധിക്കേണ്ടി വരും. അങ്ങനെ പരിശോധന കൃത്യമായിട്ട് ഞങ്ങൾ നടത്തിയിട്ടില്ല. അങ്ങനെ LDF ഗവൺമെന്റ് വരികയാണെങ്കിൽ ഒരു പുതിയ പഠനം ആ മേഖലയിൽ ഉണ്ടാവുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ, അല്ലാതെ ഒരു തുടർച്ച എന്നുള്ള നിലയിൽ ഇത് അതേപോലെ തുടരും എന്ന് ഞങ്ങൾ, ഇവരുടെ നയമല്ലല്ലോ ഞങ്ങളുടെ. ഞങ്ങൾ മദ്യ നിരോധനം കൊണ്ടുവരണമെന്ന് ഞങ്ങൾ ഒരു കാലത്തും ബാധിച്ചിട്ടില്ല. എന്നാൽ മദ്യവർജനം വേണം. ഏതായാലും ഞങ്ങളുടെ പാർട്ടിയെക്കുറിച്ച് കാര്യം പറയാമല്ലോ. കഴിഞ്ഞ ഒരു വർഷമായിട്ട് 1.5 വർഷമായിട്ട് ഞങ്ങളുടെ പ്രധാനപ്പെട്ട പണികളിലൊന്ന് പാർട്ടിക്കുള്ളിൽ ഈ മദ്യപിച്ച് കൂത്താടുന്നവരെ അവിടെ നിന്ന് മാറ്റുക, പാർട്ടിക്ക് പുറത്ത് കളയുക, ഈ മദ്യപാന ശീലമുള്ളവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക. ഇതൊക്കെ പരിശോധിക്കുന്നതിന് വേണ്ടി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ നേരിട്ട് പങ്കെടുത്തുകൊണ്ട് കേരളത്തിലെ മുഴുവൻ ഏരിയ കമ്മിറ്റികളും യോഗം ചേർന്ന് പരിശോധന നടത്തി. ആ ഗൗരവത്തിലാണ് മദ്യവർജനത്തെ ഞങ്ങൾ സ്വീകരിക്കുന്നത്. പക്ഷേ ഈ നിരോധനം എന്ന് പറയുന്ന അപ്രായോഗികമാണെന്ന അനുഭവത്തിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അത് വീണ്ടും ഒരു രാഷ്ട്രീയ ഡിമാൻഡ്, ഒരു രാഷ്ട്രീയ ഉപായമായിട്ട് കണ്ട് അതങ്ങനല്ലോ കണ്ടത്. ഈ പൂട്ടിയ ബാറൊക്കെ തുറക്കണമെന്ന് പറഞ്ഞത് മുഖ്യമന്ത്രി തന്നെയല്ലേ, കെ ബാബു അല്ലേ. അതുമായിട്ട് ഫയല് ക്യാബിനറ്റിൽ വന്നപ്പോഴാണ് അവരാണ് കൊണ്ടുവന്നത്. അപ്പോഴാണല്ലോ തർക്കവും ബഹളവും വന്ന് ഇവിടെ വന്ന് ചേർന്നത്. അല്ലാതെ ഒരു പഠനത്തിൻ്റെയോ ദീർഘവീക്ഷണത്തോടെ നയത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, നീ ജർക്ക് റിയാക്ഷൻ ഓരോ സന്ദർഭത്തിലും. അപ്പം അതുകൊണ്ട് അങ്ങനെ എത്തിച്ചേർന്ന മുഴുവൻ അതേപടി ഞങ്ങൾ പിന്തുടരും എന്ന് കരുതേണ്ട. അതൊക്കെ പോട്ടെ, ഗവൺമെന്റ് ഉണ്ടാകും LDFന്റെ എന്ന വിശ്വാസത്തോടു കൂടിയാണ്. ഒരു സംശയമില്ല. എന്താണ് അതിന്റെ അടിസ്ഥാനം? പ്രധാനപ്പെട്ട അടിസ്ഥാനം ഈ UDF സർക്കാരിനേക്കാൾ മോശമാകാൻ പറ്റും ഒരു സർക്കാരിന്. ഇത് ജനങ്ങൾ ഇതൊന്നും എങ്ങനെ അവസാനിച്ച് കിട്ടിയാൽ മതി എന്നുള്ളതാണ് വലിയ ഗണ്യമായി ആഗ്രഹിക്കുന്നത്. UDFനെ സാധാരണയിൽ പിന്തുണക്കുന്നവർ LDFിലേക്കൊന്നും മാറിയിട്ടില്ല. പക്ഷേ UDFന് വോട്ട് ചെയ്യാൻ വരത്തില്ല, ആരും സംശയക്കാര്യത്തിലില്ല. ഈ കലങ്ങിയ വെള്ളത്തിൽ മീൻ പിടിക്കാനാണ് BJP ശ്രമിക്കുന്നത്. വേറെ ലളിതമായ കാര്യം കേരളത്തിലെ ജനങ്ങളോട് ഞങ്ങൾ പറയുന്നു, UDFന്റെ ഭരണം അവസാനിപ്പിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, ഈ ലീഗിൻ്റെയൊക്കെ ഭരണം അവസാനിപ്പിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ BJPക്കല്ല വോട്ട് ചെയ്യേണ്ടത്. BJP ഏറി വന്നാൽ അക്കൗണ്ട് തുറക്കൽ മാത്രമാണ്. BJPക്ക് കൊടുക്കുന്ന ഓരോ വോട്ടും UDFനെ വീണ്ടും ഭരണത്തിൽ വരാൻ സഹായിക്കുന്ന ഒന്നാണ്. UDF ഭരണം അവസാനിക്കണോ, LDFന് വോട്ട് ചെയ്യണം എന്നുള്ള രാഷ്ട്രീയം കേരളത്തിലെ സാധാരണക്കാരോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ. BJP രംഗപ്രവേശം ചെയ്തപ്പോൾ ഞങ്ങൾ ഇനി 70 സീറ്റിന് വേണ്ടി എന്ന് പറഞ്ഞാണ് കുമ്മനം വന്നത്. ഇപ്പോൾ ആ വർത്താനമൊന്നുമില്ലല്ലോ.
അപ്പം അങ്ങനെ ഇല്ലാത്തവർക്ക് വോട്ട് കൊടുത്തിട്ട് UDF വീണ്ടും ജയിപ്പിക്കണോ എന്നുള്ളൊരു ചോദ്യം കേരള രാഷ്ട്രീയത്തിൽ ഗൗരവമായിട്ട് വരുമ്പോൾ എനിക്ക് തോന്നുന്നു ചോയ്സ്. പക്ഷേ ഇനിയും 2.5 മാസമുണ്ട്. ശരിയാണ്, ഇപ്പോൾ ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു ചെറിയ കാറ്റുണ്ട് എന്നുള്ളത് വാദത്തിന് വേണ്ടി അംഗീകരിച്ചാൽ തന്നെ ബാർഗോഴ കഴിഞ്ഞു, സോളാർ കഴിഞ്ഞിരിക്കുന്നു, നിയമസഭയുടെ അവസാന സമ്മേളനം എന്നുള്ളതാണ് കൊട്ടിക്കലാശം, അതും പൂർത്തിയായിരിക്കുന്നു. ഇനി എന്തായാലും നിങ്ങൾ വലിയ തോതിൽ നിയമസഭയിൽ കച്ചറയൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല, ഇതോടുകൂടി അവസാനിക്കാനും പോവുകയാണ്. പക്ഷേ ഈ 2.5 മാസത്തെ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ഒന്നും നിങ്ങൾക്ക് എതിരായി വരില്ല എന്ന് ഉറപ്പിച്ച് തന്നെയാണോ ഇരിക്കുന്നത്? സാമാന്യഗതിയിൽ ഇന്നുള്ളതുപോലെ നാളെയും വരുമെന്നല്ലേ അനുമാനം വെക്കാൻ പറ്റുന്നത്? അതിനല്ലേ പ്രോബബിലിറ്റി കൂടുതൽ? എന്തും സംഭവിക്കാൻ രാഷ്ട്രീയത്തിൽ. പക്ഷേ കഴിഞ്ഞൊരു 6-7 മാസമായിട്ട് തുടർന്നു വരുന്നത് ഇനി 2 മാസവും കൂടി മുന്നോട്ട് പോകും എന്ന് അനുമാനിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുക. അതുകൊണ്ട് ഞങ്ങൾ നോക്കുമ്പോൾ ഹൊറൈസണിൽ ഞങ്ങൾക്കെതിരായിട്ട് വരാൻ പറ്റുന്ന ഒരു കാര്യവും ഞങ്ങൾ കാണുന്നു. പക്ഷേ VM സുധീരൻ്റെ ഒരു തുറന്ന കത്തിനൊക്കെ താങ്കൾക്ക് മറുപടി കൊടുക്കേണ്ടി വന്നു. അത്തരം സാഹചര്യങ്ങളും ഉരുത്തിരിഞ്ഞ് വരാം. വരുമ്പോൾ ഇനിയും തുറന്നു പറയും. VM സുധീരൻ്റെ തുറന്ന കത്തിന് കേരളത്തിൽ എന്ത് പിന്തുണ കിട്ടി? എവിടെ ചർച്ച ചെയ്യപ്പെട്ടു? ആ കത്ത് പ്രസിദ്ധീകരിച്ച 1-2 പത്രങ്ങളിൽ ഞാൻ എഴുതിയ മറുപടി കൂടി വന്നല്ലാതെ വേറെ ആരെങ്കിലും നമുക്ക് കൊത്താൻ വന്നു? കാരണം കേരളത്തിൻ്റെ മനസ്സിൽ നിന്ന് ഈ പ്രശ്നം പോയിരിക്കുന്നു. സാങ്കേതികമായിട്ട് ഇനി എന്തുണ്ടായാലും കേരളത്തിലെ രാഷ്ട്രീയ പ്രശ്നമായിട്ട് അത് നിലനിൽക്കുന്നില്ല. പക്ഷേ SNC ലാവ്ലിൻ കേസ് ഹൈക്കോടതിയിൽ വരുന്നു എന്നുള്ളത് വലിയ തോതിലുള്ള ഭീഷണിയായി കാണേണ്ടതില്ലേ? നമ്മൾ നോക്കുമ്പോൾ 2 ട്രാക്ക് കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. ഒന്ന്, ജുഡീഷ്യറിയിൽ ഇപ്പം 2.5 വർഷക്കാലം ഇല്ലാതിരുന്ന SNC ലാവ്ലിൻ വിഷയം പെട്ടെന്ന് ഹൈക്കോടതിയിൽ വരികയാണ് ചെയ്യുന്നത്. ഹൈക്കോടതി അത് എടുക്കുന്നു, എന്നിട്ട് ഫെബ്രുവരി 3-ാം വാരത്തിൽ പരിഗണിക്കാമെന്നും മാർച്ച് 31-ന് മുമ്പ് കോടതി അവസാനിക്കുന്നതിന് മുമ്പ് അക്കാര്യത്തിൽ തീർപ്പ് കൽപ്പിക്കാമെന്നും ഹൈക്കോടതി പറയുകയാണ് ചെയ്യുന്നത്. എൻ്റെ ചോദ്യം ഇതാണ്, നിങ്ങൾക്ക് ലീഗൽ ടീമിന് തുടർച്ചയായി ഹൈക്കോടതിയിൽ പരാജയം ഏൽക്കേണ്ടി വരികയാണ്. ഉമ്മൻചാണ്ടിയുടെ കേസ് വരുമ്പോൾ, ആര്യാടൻ മുഹമ്മദിൻ്റെ കേസ് വരുമ്പോൾ, K ബാബുവിൻ്റെ കേസ് വരുമ്പോൾ 2 മാസത്തെ സ്റ്റേ കൊടുത്തൊരു ലൈഫ് ലൈൻ കൊടുക്കുന്ന ഹൈക്കോടതി നിങ്ങളുടെ കാര്യത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തീർപ്പ് കൽപ്പിക്കാം എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളിതിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം ജനങ്ങളോട് പറയുക തന്നെ ചെയ്യും. ഇത് നനഞ്ഞ പടക്കമായിട്ടുണ്ട്. ആരും അത് പൊട്ടുന്ന കേട്ട് ഞെട്ടാനൊന്നും പോണില്ല. ഇനി എന്താവട്ടെ എൻ്റെ വിധി, അതിൻ്റെ മുകളിലും കോടതികളുണ്ട്. അപ്പോൾ അതൊന്നും തിരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന ഒരു ഗൗരവമായ വിഷയമായിട്ട് ഞങ്ങൾ കരുതുന്നില്ല. കാരണം ഇത് തിരഞ്ഞെടുപ്പിൽ വിഷയമാക്കാൻ വേണ്ടിയിട്ടാണല്ലോ കോടതിയിൽ ഈ കേസ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. വിധി കൽപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ കൊണ്ടുവന്നത് ലക്ഷ്യം വെച്ചുകൊണ്ടാണല്ലോ ഈ കൃത്യസമയത്ത് ഇത് കൊണ്ടുവന്നത്. എന്നിട്ട് കേരള രാഷ്ട്രീയത്തിൽ വല്ല കോളിളക്കം വല്ലതും ഉണ്ടായോ? ഇല്ല. പക്ഷെ ഉണ്ടാകും എന്നുള്ള ആഗ്രഹം ഇത് കൊടുത്തവർക്കുണ്ടാവുമല്ലോ. CPM-ന് ഏറ്റവും നല്ലത്, CPM-നെ പരിഭ്രാന്തരാക്കാൻ ഏറ്റവും നല്ലത് SNC ലാവ്ലിനാണ് എന്നുള്ളത് കൊടുത്തവർക്ക് അറിയാവുന്നതുകൊണ്ടായിരിക്കുമല്ലോ എന്തെങ്കിലും അവർക്ക് വേണ്ടേന്ന്, കയ്യിൽ എന്തെങ്കിലും പറയാൻ വേണ്ടേ? അപ്പം ഇതൊന്നും കൂടി കുത്തിപ്പൊക്കി എടുക്കാൻ പറ്റുന്ന ഒരു ശ്രമമാണ്. ആ ശ്രമം ഒന്ന് ഏശാൻ പോണില്ല. SNC ലാവ്ലിൻ കേസ് വരുമ്പം പിണറായി വിജയന്റെ കാര്യത്തിലൊരു കുറ്റപത്രം ഉണ്ടായി കഴിഞ്ഞാൽ ഈ ലോകം ഇടിഞ്ഞു വീഴുമെന്നുള്ളതുകൊണ്ടല്ല, അങ്ങനെ വന്നാൽ CPM-ൽ കുഴപ്പമുണ്ടാക്കാം എന്നുള്ളതാണ് ഉദ്ദേശ ലക്ഷ്യം. CPM-ലൊന്നും കുഴപ്പമുണ്ടാവത്തില്ല. ഈ കേസ് വന്നിട്ടും കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ. ഇങ്ങനെ തന്നെ പോവുള്ളൂ. നിങ്ങൾ കരുതുന്ന പാർട്ടിക്കുള്ളിൽ ലാവ്ലിൻ കേസിന്റെ ആദ്യഘട്ടത്തിൽ ഉണ്ടായ തർക്കം പോലെ തർക്കം വീണ്ടും വരുമെന്നാണ്. ഇല്ല. വളരെ നന്ദി ഡോക്ടർ TM തോമസ് ഐസക് ക്ലോസ് എൻകൗണ്ടറിൽ പങ്കെടുത്തതിന്. താങ്ക് യു. Nucleus Properties Close Encounter brought to you by Nucleus Properties. Nucleus Villas and Apartments, Kochi, Kottayam. Live life.